ഹായ് ഹലോ കൂട്ടുകാരെ. അപ്പം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള പോംപോം കീ ചെയിൻസ് ഉണ്ടാക്കി നോക്കിയാലോ. പോംപോം കീ ചെയിൻ മാത്രമല്ല, പോംപോം ബോൾ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നേരെ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ട കളർ ഒരു വുള്ളൻ ത്രെഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മുടെ 4 വിരലിന് ചുറ്റും വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ വിരലിൻ്റെ മുകളിൽ കൂടെ ചുറ്റി കൊടുക്കുമ്പോൾ എന്താ പറയുക, എനിക്ക് ശരിയാവുന്നില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന കൂട്ടുകാരാണെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങളൊരു കഷ്ണം കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് അതൊരു 6 സെൻറ്റിമീറ്ററോ 7 സെൻറ്റിമീറ്ററോ വരുന്ന രീതിയിൽ സ്ക്വയറായി കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുക. അങ്ങനെ ചുറ്റി കൊടുക്കുന്ന ഒരു ചുറ്റിൽ ഒരു 80 തവണയോ 100 തവണയോ വരുന്ന രീതിയിൽ ചുറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഒരു അത്രയും തവണയെങ്കിലും ഒന്ന് ചുറ്റി കൊടുത്താലാണ് നമ്മുടെ പോംപോം നല്ല ഭംഗിയായിട്ട് ഉണ്ടയായിട്ട് ഇരിക്കത്തുള്ളൂ. എത്രയും തവണ നിങ്ങളെ കൊണ്ട് ചുറ്റാൻ പറ്റുന്ന അത്രയും ചുറ്റുന്നതിനനുസരിച്ച് നമ്മുടെ പോംപോം ബോൾ നല്ല ഉണ്ടയായിട്ടിരിക്കും. അതിനുശേഷം അതേ കളർ നൂല് തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ വിരലുമെന്ന് അല്ലെങ്കിൽ കാർഡ്ബോർഡ് നൂരിയെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്ന കെട്ട് അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് കെട്ടാൻ ശ്രദ്ധിക്കണം. കാരണം നല്ല ടൈറ്റായി കെട്ടിയില്ലെങ്കിൽ നമ്മുടെ പോംപോമിൽ നിന്ന് ഓരോ നൂലുകളായിട്ട് ഇങ്ങനെ ഉരി പോന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ പോരാണ്ടിരിക്കാൻ നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡിലും ഉണ്ടല്ലോ, 2 സൈഡിലെ നൂലുകളും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ കട്ട് ചെയ്ത 2 ഭാഗങ്ങളുണ്ടല്ലോ, അത് 2 ഭാഗവും ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് ഏകദേശം ഒരു സർക്കിൾ വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത്, അതിന് കംപ്ലീറ്റ് നല്ല വെടുപ്പിന് സർക്കിളായിട്ട് കിട്ടണമെന്നല്ല, ഏകദേശം ഇതുപോലെ ഒരു സർക്കിളാക്കിയതിന് ശേഷം നമ്മുടെ കീ ചെയിൻ്റെ കുളത്തുണ്ടല്ലോ അതൊന്ന് ഇതും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കീ ചെയിനും കുളത്തും ഒരുമിച്ച് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തത്, അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട്. അപ്പോൾ ഒറ്റയടിക്കുന്ന പണി തീരാൻ വേണ്ടിയിട്ട് അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം കെട്ടിയിട്ടുണ്ടായിരുന്ന ആ കെട്ടുണ്ടല്ലോ, ആ കെട്ടിൻ്റെ അവിടെയാണ് ഈ കീ ചെയിൻ്റെ കുളത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ വുള്ളൻ ത്രെഡ് അത്യാവശ്യം വിരൽ ഉപയോഗിച്ചിട്ടൊന്ന് വിടർത്തി കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ കീ ചെയിൻ എല്ലാം ഉണ്ടാക്കുന്ന പോംപോം ബോൾ മതി എന്നാന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കുക. എന്നിട്ട് വിടർത്തി എടുത്തതിന് ശേഷം ഇങ്ങനെ കത്രിക ഉപയോഗിച്ചിട്ട് നല്ലോണം വെട്ടിക്കൊടുക്കുക. ഒരു ബോളായിട്ട് വരുന്ന രീതിയിൽ നല്ലോണം വെട്ടിക്കൊടുക്കുക. അങ്ങനെ അത്യാവശ്യം വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോംപോം ഇതുപോലെ കിട്ടും. ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നൂലോ 2 നൂലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ക്യൂട്ടായിട്ടുള്ള പോംപോം കീ ചെയിൻ അല്ലെങ്കിൽ നല്ല നമ്മുടെ പോംപോം ബോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പോംപോം ബോൾ അല്ലെങ്കിൽ നമ്മുടെ പോംപോം കീ ചെയിൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.